ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? റോസ് പ്രേമികളിൽ ഒരു നല്ല വിഭാഗം പേർ നാടൻ ചെടികളുടെ ആരാധകരാണ്. നാടൻ ചെടികൾ ഇപ്പോൾ നമുക്ക് കൂടുതൽ വെറൈറ്റികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ റോസ് പ്രേമികൾക്ക് വേണ്ടിയിട്ട് കുറേയധികം നാടൻ ചെടികൾ പലരും ഇപ്പോൾ പ്രൊഡക്ഷൻ ചെയ്ത് വരുന്നുണ്ട്. നമ്മളൊരു നാടൻ കോംബോ ഇട്ടിട്ട് കുറേ നാളുകളായി. കാരണം ഒരു 10 കോംബോ ഒന്നും ഇടുന്നതിനുള്ള വിലക്കുറവൊന്നും ഇപ്പോൾ നമുക്ക് ചെടികൾക്ക് ഇല്ല. ചെറിയ കവർ ചെടികൾ പോലും കിട്ടുന്നത് വളരെ ദൗർലഭ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 499 രൂപയ്ക്ക് 10 കോംബോ എന്നുള്ള ഓഫറൊന്നും നമുക്കിപ്പോൾ ഇടാനേ കഴിയുന്നില്ല. എന്നാൽ നമ്മളിപ്പോൾ 2 ലിറ്റർ കവർ ചെടികൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ടൺ റോസുകളും അതുപോലെ കുറച്ച് നാടൻ വള്ളി റോസുകളും എല്ലാം കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ അതിൽ ബട്ടൺ റോസുകൾ കുറച്ചൊക്കെ ഒന്ന് ഇലകളൊക്കെ കൊഴിഞ്ഞു, പൂക്കളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മഴയത്ത് കുറച്ച് ഇലകളെല്ലാം പോയി. മഴയും വെയിലിനെയും എല്ലാം ഓവർകം ചെയ്തിരിക്കുന്ന കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, അതുപോലെ നമ്മുടെ കാലാവസ്ഥയുമായിട്ട് സെറ്റായിട്ടുള്ള കുറച്ച് ചെടികൾ. കണ്ടാൽ കുറച്ച് ഭംഗി കുറവുണ്ട്, ഇലകൾ കുറച്ച് കുറവുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്നാലും മിക്ക ചെടികളിലും പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബട്ടൺ റോസുകളും പിന്നെ യാതൊരു അംഗഭംഗവും കേടും വരാത്ത കുറച്ച് വള്ളി റോസുകളും കൂടെ ചേർത്തിട്ട് ഒരു 10 കോംബോയാണ് നമ്മൾ ഈ കോംബോയിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, ഇതിൽ നമുക്ക് അഡീഷണലായിട്ട് CC വരും എന്നുള്ളത് കൊണ്ടാണ്. നന്നായിട്ട് റൂട്ട് ഓടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് വരും. അപ്പോൾ അഡീഷണൽ CC ഈ ഒരു കോംബോയിൽ വരും. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള 10 ചെടികൾ ലഭിക്കുകയും ചെയ്യും. നമുക്ക് ഇനി കോംബോയിലുള്ളത് ആരൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്ന ഓറഞ്ച് ഓർക്കിഡ് റോസ്, അതല്ലെങ്കിൽ ഓറഞ്ച് വള്ളി റോസ്, അതല്ലെങ്കിൽ സൂപ്പർ ഫെയറി റോസ് എന്നെല്ലാം അറിയപ്പെടുന്ന നമ്മുടെ നാടൻ ഓറഞ്ച് ഓർക്കിഡ് റോസുകൾ നമ്മുടെ കോംബോയിലുണ്ട്. അതുപോലെ ബട്ടൺ റോസുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒരു 10 കോംബോയിലും നമ്മൾ ഒഴിവാക്കാതെയുള്ള ചെടികളാണ് നമ്മുടെ പിങ്ക് ബട്ടൺ റോസ്. ബഞ്ചായിട്ട് പൂക്കുന്ന ചെടികളിൽ മുന്നിൽ നിൽക്കുന്ന, നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. അതുപോലെ അടുത്ത ബട്ടൺ റോസാണ് നമ്മുടെ യെല്ലോ ബട്ടൺ റോസ്. യെല്ലോ ബട്ടൺ റോസ് എല്ലാം നല്ല സ്ട്രോങ് ചെടികളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു നാടൻ വീഡിയോ ഇട്ടിരുന്നു, അതിലുള്ള സെയിം പ്ലാന്റ്സ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അതിൽ നിന്ന് പൂക്കളെല്ലാം പോയി കഴിയുമ്പോൾ കുറച്ച് ഇലകളൊക്കെ കൊഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ അത്ര ഒരു ഭംഗിയില്ല എന്നുള്ളത് മാത്രമാണ് കുറവ്. സ്റ്റെമ്മെല്ലാം അതേ ചെടികൾ തന്നെയാണ്, സ്ട്രോങ് ആണ്. കിളിർത്ത് കിട്ടുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിലിരുന്ന് നമ്മുടെ വെയിലും മഴയും എല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ചെടികളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപോയിട്ടുള്ള വെള്ളവള്ളി റോസാണ് നമ്മുടെ അടുത്ത കോംബോയിലെ ആൾ. നമുക്ക് ഒരു നിരാശയും തരാത്ത ഒരു ചെടിയാണ് നമ്മുടെ നാടൻ വെള്ളവള്ളി റോസുകൾ. നിറയെ പൂക്കും, മണമുണ്ട്. അതിൻ്റെ മുട്ടുകൾക്കൊരു ലൈറ്റ് പിങ്ക് നിറം വരാറുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. അടുത്ത ആളാണ് നമ്മുടെ ഈ ഒരു ബട്ടൺ റെഡ് ക്ലൈമ്പിംഗ് റോസുകൾ, അതായത് കുഞ്ഞ് റെഡ് ക്ലൈമ്പിംഗ് റോസുകൾ. അതിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വലിയ ബുഷായിട്ടുള്ള പ്ലാന്റ്സൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയുള്ള ആൾ നമ്മുടെ മനസ്സിലെ നൊസ്റ്റാൾജിയ തരുന്ന റോസിൻ്റെ രൂപമാണ് നമ്മുടെ നാടൻ പട്ട് റോസുകൾ. മുള്ളില്ലാത്ത പട്ട് റോസല്ല, നമ്മുടെ നാടൻ പട്ട് റോസുകളാണ്, നമ്മുടെ നോർമൽ പട്ട് റോസുകളാണ്. അടുത്തത് ബട്ടൺ റോസിൽ റെഡ് ബട്ടൺ റോസാണ്. റെഡ് ബട്ടൺ റോസാണ് കോംബോയിലുള്ള അടുത്ത ആൾ. അപ്പോൾ പിന്നെയുള്ളത് നമുക്കെല്ലാ പേർക്കും കുറച്ചൊരു ആവേശം തരുന്ന ഒരു നാടൻ ചെടിയാണ്. കാരണം നാടനിൽ അങ്ങനെ വന്നിട്ടില്ല, എന്നാൽ ഇപ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു വെറൈറ്റിയാണ് ഐസ് ലവ് റോസുകൾ. ഐസ് ലവ് റോസിൻ്റെ ലിറ്റർ കവർ ചെടികളാണ് നമുക്ക് കോംബോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ അടുത്തത് റെഡ് റിച്ച് റോസുകളാണ്. റെഡ് റിച്ച് റോസുകളും നമ്മുടെ കോംബോയിൽ അവൈലബിൾ ആണ്. 10 കോംബോയിൽ ഒരാളാണ് റെഡ് റിച്ച് റോസുകൾ. റെഡ് റിച്ചിൻ്റെ ഒരു പ്രത്യേകത, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ റെഡായിട്ട് തന്നെ വിരിയും. എന്നാൽ ചിലപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പിങ്ക് കളറിലും വിരിഞ്ഞ് വരാറുണ്ട്. ഇത് ഓപ്പൺ ആകാത്ത ഒരു റോസ വെറൈറ്റിയാണ്. അടുത്ത ആൾ നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത സമ്മർ സ്നോ റോസുകളാണ്. സമ്മർ സ്നോ റോസുകൾ നമ്മുടെ കോംബോയിൽ 10ാമത്തെ ആളായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ വള്ളി റോസുകളുടെ സൈസ്. ഇതും ഉണ്ട്, ഇതിനേക്കാൾ ചെറുതുമുണ്ട്, അതേപോലെ മീഡിയം ടൈപ്പുമുണ്ട്. എല്ലാം മിക്സിംഗ് ആയിട്ടാണ് വരുന്നത്. റാൻഡംലി എടുത്ത് വയ്ക്കുമ്പോൾ ഏതാണോ വരുന്നത് അതാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 10 റോസുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 499 പ്ലസ് CC ആണ് ഇടേണ്ടത്. അപ്പോൾ പ്ലാൻ സൈസ് ഇതെല്ലാമാണ്. ഈ പ്ലാന്റ്സിനൊന്നും വ്യത്യാസമൊന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ഒന്നും ഇലകൾ അങ്ങനെ കൊഴിയാറുമില്ല, വേഗം പിടിച്ചും കിട്ടും. പക്ഷേ ബട്ടൺ റോസുകൾ അങ്ങനെയല്ല, അവർ കുറച്ചൊക്കെ ഇല കൊഴിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച്
നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ്സ് തന്നെയാണ്, പക്ഷേ ഇലകൾ കൊഴിഞ്ഞതുകൊണ്ടും മൊട്ടുകളെല്ലാം വിരിഞ്ഞ് പൂക്കൾ കൊഴിഞ്ഞ് മഴയത്തും അല്ലാതെയും പൂക്കൾ കൊഴിഞ്ഞതുകൊണ്ടും കാണാനൊരു ഇതേമാതിരി തന്നെ ബുഷ് എന്ന് നമുക്ക് തോന്നില്ല. പക്ഷേ സൂപ്പറായിട്ട് വേഗം തന്നെ വേരോടി പ്ലാന്റ്സ് പിടിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഒരുവിധം കുഞ്ഞു ചെടികളെല്ലാം വളർത്തിയെടുക്കുന്നവർക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ പ്ലാന്റ്സ് വളർത്തിയെടുക്കാൻ സാധിക്കും. കാരണം ഇരിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ്. മുട്ടുകളെല്ലാം വിരിഞ്ഞ് അതുപോലെ കുറച്ച് താഴെ നിന്ന് കുറച്ച് ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ 80 രൂപയ്ക്കും 90 രൂപയ്ക്കും എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ്സാണ് ഇപ്പോൾ ഞാൻ ഈ 50 രൂപ കോംബോയിൽ ഇട്ടിരിക്കുന്നത്. റൂട്ടഡാണ്, നന്നായിട്ട് റൂട്ട് ഓടിയിട്ടുണ്ട്, വേഗം മുളച്ച് വരും എന്നുള്ളത് കൊണ്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കോംബോ വാങ്ങാം. അതുപോലെ ചെറിയ ചെടികൾ വളർത്തിയെടുക്കാൻ കഴിവുണ്ട് എന്നുള്ളവർ ഈ കോംബോ വാങ്ങി വളർത്തുക. പിന്നെ പറയാനുള്ളത് സമ്മർ സ്നോ എല്ലാം ഇത് തന്നെയാണ് കേട്ടോ, പ്ലാന്റ്സ് സെയിം പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതാണ് കോംബോ വിശേഷങ്ങൾ. എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാ പ്ലാന്റ്സും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 10 കോംബോയുടെ ആരാധകർ എനിക്ക് പലപ്പോഴായി ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട്, ഇപ്പോൾ 10 കോംബോ നാടൻ കോംബോ ഒന്നും വരുന്നില്ല, ഇടുന്നില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട്. നമുക്ക് അത്രയും ചെറിയ വിലയിൽ ഇപ്പോൾ പ്ലാന്റ്സ് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് ഇടാൻ സാധിക്കാത്തത്. ഇപ്പോൾ ഈ പ്ലാന്റ്സ് ഇട്ടതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ഏകദേശം നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കോംബോ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് 10 നാടൻ കോംബോ വേണമെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക. അപ്പോൾ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല ഇനി. അതുപോലെ നമ്മൾ അയക്കുന്ന വിവരങ്ങളെ ചൊല്ലിയുള്ള ഒരു വീഡിയോ ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സിൽ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. വേറെ വിശേഷങ്ങളൊന്നും തന്നെ പറയാനില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയിട്ടേക്കുക. നമ്മുടെ അപ്ഡേഷൻസ് ഒന്നും തന്നെ പലരും അറിയാതെ വന്നിട്ട് എന്നോട് മെസ്സേജ് ഇടാറുണ്ട്, ഈ പ്ലാന്റ് വരാറുണ്ടോ, ഇത് വന്നിട്ടുണ്ടോ. അതൊക്കെ നിറയെ വന്നിട്ട് കുറേ വീഡിയോസിലെല്ലാം വന്നിട്ട് പോയി തീർന്ന സംഗതികളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് മാത്രം, അതല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കാറ്റലോഗെങ്കിലും ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടുന്ന വെറൈറ്റീസ് എല്ലാം നമുക്ക് വരുന്നുണ്ടാവും. അതെല്ലാം വന്നു പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പലരും വന്നിട്ട് ഇതുണ്ടോ അതുണ്ടോ എന്നെല്ലാം ചോദിക്കാറുള്ളത്. അതുപോലെ ജമന്തിയും ചെണ്ടുമല്ലിയും നമുക്ക് സെയിലിനായിട്ട് ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ കളേഴ്സും ഇല്ല, കളേഴ്സ് എല്ലാം ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം ഹാദിയ.